ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്ലാന് സിമ്പിളായിട്ട് ട്രേസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പ്ലാൻ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഞാനത് ഫയൽ റീസെറ്റ് ചെയ്തു, സേവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ടോപ്പ് വ്യൂ തന്നെ എടുത്തു. നമ്മുടെ റെഫറൻസ് ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കോർണറിൽ നിന്ന് വരച്ച് തുടങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കോർണറിൽ 360x330 ഒരു റൂം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഞാൻ ആ റെക്റ്റാങ്കിൾ എടുത്തു. നമ്മുടെ ആദ്യത്തെ സൈസ് എത്ര നോക്കുക, 360x330 cm. വിഡ്ത്തും ലെങ്ത്തും ഒന്ന് നോക്കിക്കോളുക. ഇത് ലെങ്ത് എന്ന് പറഞ്ഞ സംഭവം 330, ലെങ്ത് 330 സെൻറ്റിമീറ്റർ ബൈ 360. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സംഭവം ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പം ഞാനിതിനെ ഒന്ന് എളുപ്പത്തിനൊന്ന് സെൻട്രലൈസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 20 സെൻറ്റിമീറ്ററാണ് സാധാരണ ഭിത്തിയുടെ ഒരു വീതി വരുന്നത്. അപ്പോൾ ആ ഭിത്തിയുടെ വീതി അല്ലെങ്കിൽ ഇതിൻ്റെ തിക്നെസ്, ആ ഒരു തിക്നെസ് നമ്മളിവിടെ ഓൾറെഡി കണക്ക് കൂട്ടണം. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അത് 20 സെൻറ്റിമീറ്റർ ബൈ 20 സെൻറ്റിമീറ്ററിൻ്റെ. ഇപ്പോൾ ഓരോരുത്തർ മറ്റ് സൈസുകളാണ്. ഐ മീൻ ലൈക്ക് 25 ഭിത്തി കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 22 കൊടുക്കുന്നവരുണ്ട്. ഈ തേപ്പിൻ്റെ കനമൊക്കെ, പ്ലാസ്റ്ററിങ്ങിൻ്റെ കനമൊക്കെ വരുമ്പോൾ 22 കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു കനം നമുക്ക് എത്രയാണോ വേണ്ടത് ഭിത്തിയുടെ, ആ കനം ഇവിടെ എടുക്കുക. നമ്മുടെ കാർപ്പറ്റ് ഏരിയയുടെ സൈസാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. ആ സൈസിൻ്റെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് ഇതിനെ നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഇത് ഓണാക്കുന്നു, സ്നാപ്പ് ഓൺ ചെയ്യുന്നു. അതിൽ വെർട്ടെക്സ് അതുപോലെ തന്നെ മിഡ് പോയിൻ്റ് ഇത് രണ്ടും കൊടുത്തിട്ട് ഞാൻ ഈ വെർട്ടെക്സ് ഈ കോർണറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 20 സെൻറ്റിമീറ്ററായി. ഇതേ വെർട്ടെക്സാണ് ഞാൻ ഈ ഒരു കോർണറിലേക്കും ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് ഈ ഒരു കോർണറിലേക്കും അറ്റാച്ച് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ആ ഭിത്തിയുടെ തിക്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. മിഡ് പോയിന്റ് ഒന്ന് ഓഫ് ചെയ്യണം ഞാൻ. ഓക്കെ, അപ്പോൾ 20 സെൻറ്റിമീറ്റർ നമ്മൾ എല്ലാ സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീണ്ടും നമുക്ക് ഈ ടോയ്ലറ്റിൻ്റെ ഇത് നോക്കാം. അത് 150x210 ആണ്. അപ്പം ഞാൻ വീണ്ടും ഒരു 150x210 ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണ്. by 150. വീണ്ടും മൂവ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോർണറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വീണ്ടും 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്റർ റെക്റ്റാങ്കിൾ ഇങ്ങോട്ട് വീണ്ടും കോപ്പി എടുത്ത് വെക്കുന്നു. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ് 345x420. ഇതിനൊരു കോപ്പി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. 345x420, 345x420. ഓക്കെ, അത് ഞാൻ ഈ ഒരു കോർണറിലേക്ക് ചേർത്ത് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നെക്സ്റ്റ് ഇവിടുന്ന് ഒരു 80 സെൻറ്റിമീറ്റർ ഡോറ് വരുന്നുണ്ട്. ഒരു ഡോറ് നമുക്ക് ജസ്റ്റ് റെഫറൻസ് വെക്കാം. ഡോറിൻ്റെ റെഫറൻസ് 80 സെൻറ്റിമീറ്റർ. ജസ്റ്റ് റെഫറൻസ് ആണ്, നമുക്കൊന്ന് അറിയാൻ വേണ്ടി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 330x345 ഒരു റൂം വരുന്നുണ്ട്. അത് 330x345 റൂം. അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചു. അവിടെ ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ വീണ്ടും നമുക്ക് ഒരു വോള് വരുന്നുണ്ട്. വോൾ ഇങ്ങോട്ട് വെച്ചു. ഓക്കെ,
നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ലിവിങ് സ്പേസ് ആണ്. 420/345 സെൻറ്റിമീറ്ററിൻ്റെ ലിവിങ് സ്പേസിനൊരു റെക്റ്റാങ്കിൾ ഞാൻ വീണ്ടും വെച്ചു. 345/420. നമുക്ക് ഒരു 20 സെൻറ്റിമീറ്റർ ഭിത്തി ഇവിടെയും വേണം. ഓക്കെ, ഇനി അടുത്തത് 300/330 ഒരു കിച്ചൺ ഏരിയ. അതിൻ്റെ കൂടെ തന്നെ 350/330 വർക്ക് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ 300 + 350 വരുന്നത്, അപ്പോൾ 450 വരുന്നുണ്ട്. അപ്പോൾ 450/330 ഒരു കിച്ചൺ ഏരിയ. മുന്നൂറ്റി മുപ്പത് ബൈ 450. അതൊരു 20 സെൻറ്റിമീറ്റർ ഇവിടുന്ന് മാറി വേണം വരാൻ. അപ്പോൾ അതൊരു 20 സെൻറ്റിമീറ്റർ ഇവിടുന്ന് മാറ്റി നമ്മൾ പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഈ ഒരു കോർണറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു റെഫറൻസ് നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെക്റ്റാങ്കിൾ വെച്ചു. ഈ ഒരു കോർണർ, ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഈ ഒരു കോർണറിലും കൂടെ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് സംഭവം കിട്ടും. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു കോർണർ. പക്ഷേ നമുക്ക് ഈ ഒരു പ്ലാനിൽ കുറച്ച് എഡ്ജുകളുടെ സൈസൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മുടെ പ്ലാനിൻ്റെ ഒരു ഔട്ടർ ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ലൈൻ ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. ക്രിയേറ്റ് ലൈൻ കൊടുത്തു, സ്നാപ്പ് ഓൺ ചെയ്തു. ഇവിടുന്ന് ക്ഷമിക്കണം, നമ്മൾ ഒരു റെഫറൻസ് വെക്കാൻ മറന്നുപോയി. ഇനി എല്ലാ ഔട്ടറിലും ഓരോ 20 സെൻറ്റിമീറ്റർ റെഫറൻസ് ഒന്ന് വെക്കണം. സെൻറ്റിമീറ്റർ ഓക്കെ. നമുക്കിനി ലൈൻ ടൂൾ എടുത്തിട്ട് അത് വരച്ചു തുടങ്ങാം. ഈ ഒരു കോണിലും കൂടെ വെക്കണം. അതിൽ കറക്റ്റ് നമുക്ക് ഇതിൻ്റെ സംഭവങ്ങൾ കിട്ടുള്ളൂ. ഇത് കുറച്ച് പണിയാണ്, പക്ഷേ കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ലൈൻ ടൂൾ എടുത്തു, ഈ ഒരു കോണിൽ നിന്ന് ഞാൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ഷമിക്കണം, വീണ്ടും നമുക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തു. ഇവിടുത്തെ റെഫറൻസ് പുറത്തേക്ക് വരാത്തതുകൊണ്ട് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റാർട്ട് ലൈൻ. സോറി, ഈ ഒരു റെഫറൻസ് ബോക്സുകൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത് എളുപ്പമാണ്. ഇനി നമുക്ക് രണ്ട് വെർട്ടെക്സ് നമ്മൾ ജോയിൻ ചെയ്യാതെ വന്നിട്ടുണ്ട്, അതൊന്ന് ജോയിൻ ചെയ്യാം. പിന്നെ സ്പ്ലൈൻ എടുക്കുക, അതിലേക്ക് നമ്മൾ ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ഔട്ട്ലൈന് ആഡ് ചെയ്യുക.
ഔട്ട്ലൈൻ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ഔട്ടർ വോളായിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയൊക്കെയാണ് പാർട്ടീഷൻ വരുന്നതെന്നുള്ള സംഭവം നമുക്ക് നോക്കാം. പാർട്ടീഷൻ വരുന്നത് ഇവിടെ ഒരു വോൾ നമുക്ക് വരുന്നുണ്ട്, അതിങ്ങനെ പോകുന്നൊരു വോളാണ്. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ലൈൻ, അല്ലെങ്കിൽ ആ ലൈനകത്ത് തന്നെ നമുക്ക് പുതിയ ലൈൻ ആഡ് ചെയ്ത് വരയ്ക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ഈസി. ക്രിയേറ്റ് ലൈൻ, സ്റ്റാർട്ട് ഫ്രം ഹിയർ. അപ്പോൾ ഈ ഒരു സ്നാപ്പ് ഉള്ളതുകൊണ്ട് നമുക്കിത് വളരെ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. സോറി, -20 കൊടുക്കണം. അപ്പോൾ ആ ഒരു റൂമിൻ്റെ ഒരു പാർട്ടീഷൻ ഓക്കെ. നമ്മളിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇവിടുത്തെ ഡോറിൻ്റെ സംഭവം ഇതിനകത്ത് കീറിയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് നമുക്കത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയാണ് വന്നേക്കുന്നത്. നമുക്കൊരു പരിപാടി ചെയ്യാം. അതിന് ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് വെർട്ടെക്സ് ഇത്രയും സെലക്ട് ചെയ്യുക, ഈ ഒരു കോർണർ കൂടെ സെലക്ട് ചെയ്യുക. നമുക്കിതിനെ എടുത്ത് ഈ ഒരു 80 സെൻറ്റിമീറ്റർ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഈ ഒരു വെർട്ടെക്സ് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു 80 സെൻറ്റിമീറ്റർ പുറകിലേക്ക് വെച്ചാൽ മതി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ക്രിയേറ്റ് ലൈൻ. സ്നാപ്പ് കറക്റ്റ് പിടിച്ചിട്ടില്ലായിരുന്നു. അവിടെ വേറെ ഏതോ റെക്റ്റാങ്കിൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് കയറി അത് പിടിച്ചു, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ സ്നാപ്പ് ഓക്കെ ആയി. നമുക്കത് സ്പ്ലൈൻ എടുക്കുക, -20 കൊടുക്കേണ്ടി വരും. ഓക്കെ. നമുക്കവിടെ മെഷർമെൻറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ ഓക്കെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം ഇവിടുത്തെ വാളിൻ്റെ വീതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അതായത് ഇവിടുന്ന് വരുന്ന വാളിൻ്റെ വീതി 10 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 20 എന്നുള്ളത് 10 ആക്കണം. 10 ആക്കിയിട്ട് ഈ ഒരു ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ലൈൻ, സെഗ്മെൻറ്റ് ഡിലീറ്റ് ചെയ്തു. ഒരു ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ മറന്നു. നമ്മളിതിൻ്റെ ഒരു കോപ്പി ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാനായിട്ട് മറന്നു. സെലക്ട് ചെയ്തു, ക്രിയേറ്റ് ലൈൻ കൊടുത്തു. ഇപ്പോൾ നമ്മളൊരു കോംപ്ലിക്കേറ്റഡ് പ്ലാനൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ഇത് ചെയ്യുമ്പോൾ, ഈ രീതി ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് CAD-ൽ നിന്ന് തന്നെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോളാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അത് വീണ്ടും ക്രിയേറ്റ് ലൈൻ കൊടുക്കുക. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു. അതും ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. നമ്മുടെ പ്ലാൻ്റെ ഒരു ബേസിക് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ഒരു 240x120 ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് തൽക്കാലം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം.
240 sorry 420 by 120, 420 by 120. അതിൻ്റെ ഔട്ടറായിട്ട് വരുന്ന രണ്ട് ഇതുണ്ട്. അതായത് ഏകദേശം അത് നമ്മുടെ വാളിൻ്റെ തിക്നെസ് കൂട്ടാതെയാണ് 420 by 240 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് മാനുവലി ഒന്ന് അറേഞ്ച് ചെയ്യാം. സ്പ്ലൈൻ ഞാനത് സ്പ്ലൈനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് മാനുവലി ഒന്ന് എഡിറ്റ് ചെയ്തു. നമ്മളിതിനകത്ത് വെച്ചേക്കുന്ന എല്ലാ റെക്റ്റാങ്കിൾസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ സെലക്ട് ചെയ്തു, അല്ല ഇത് അൺസെലക്ട് ചെയ്തു, കൺട്രോൾ ചെയ്തു, എല്ലാം സെലക്ട് ചെയ്തു, അൺസെലക്ട് ചെയ്തു, ഇതും അല്ല ഡീസെലക്ട് ചെയ്തു. ബാക്കിയുള്ള റെക്റ്റാങ്കിൾസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാനിൻ്റെ എക്സാക്ട്ലി കിട്ടും. നമ്മൾ ഒരെണ്ണം വിട്ടുപോയി, ഇവിടെ ഒരു ലൈൻ വരാനുണ്ടായിരുന്നു. റെക്റ്റാങ്കിൾ ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ റെഫറൻസ് നമ്മൾ വെക്കുന്നു 20 സെൻറ്റിമീറ്ററിൻ്റെ, അതായത് വാൾ തിക്നെസ്സിൻ്റെ റെക്റ്റാങ്കിൾ റെഫറൻസ്. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്തു. നമുക്ക് ഡീസെലക്ട് ചെയ്യേണ്ട സംഭവങ്ങൾ മാത്രം ഡീസെലക്ട് ചെയ്യുക. ഇത്രയൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാൻ പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. ജോയിൻ ചെയ്യേണ്ടതൊക്കെ ജോയിൻ ചെയ്യാം. അതല്ല നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ എക്സ്ട്രൂഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാം. നമുക്ക് ഈ പ്ലാൻ എക്സ്ട്രൂഡ് ചെയ്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഷേപ്പിലേക്ക് വരുത്തുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ പ്രോത്സാഹനം. അപ്പം എനിവേ, താങ്ക്സ് എ ലോട്ട്. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.